Shadows on my past, yeah, I'm sitting in the shadows. Life in a cycle, always rushing but feeling late. വെയിറ്റ് ഇത് നമുക്ക് രണ്ടാമതെടുക്കാം. ദശരഥാത്മജ വീര ദശകണ്ഠ സംഹാര. അന്ന് പറഞ്ഞിരുന്നു ഡാനി കുറച്ച് വരയ്ക്കും, പിന്നെ കുറച്ച് ഹിപ്പ് ഹോപ്പ് സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആളാണ്. ഹിപ്പ് ഹോപ്പ് വേറെ സ്റ്റൈലാണ്, നമ്മുടെ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ സ്റ്റൈലാണ്. കുച്ചിപ്പുടി ഇച്ചിരിയൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഭരതനാട്യം, മോനായിട്ട് ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിന്റെ വീഡിയോ ആണ് എനിക്ക് അയച്ചത്. രണ്ട് പെൺകുട്ടികളും കൂടെ നിൽക്കുന്നത്. പിന്നെ ഓസ്ട്രേലിയയിൽ ഫേമസ് ആയത്. അതിനകത്ത് എന്തോ ഒരു ട്രിക്ക് ഉണ്ട്, എനിക്കത് മനസ്സിലായിട്ടില്ല. ട്രിക്ക് ഹാർഡ് വർക്ക് ഞാൻ നേരെ ചെയ്തത്. എടാ നീ തഗ്ഗാണല്ലോ പറഞ്ഞത് ഞാൻ ട്രിക്ക് ചോദിച്ചപ്പോഴും. ഞാൻ സ്പോർട്സില് ബാസ്കറ്റ്ബോള്. നീ ഇല്ലാത്ത ഏതെങ്കിലും ഒന്ന് പറയും. ഈ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഡാനി പച്ച മലയാളം പറയുന്നത് ചിലപ്പോൾ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി പറയാം, പക്ഷെ ഇതേപോലെ പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ ഹിപ്പ് ഹോപ്പ്, റാപ്പ് ഒക്കെ കൊണ്ട് നടക്കുന്ന ഡാനി അതിനോടൊപ്പമാണ് ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ കൊണ്ട് നടക്കുന്നത്. അത് ഭയങ്കര പരിപാടിയാണെന്ന് വിചാരിക്കുമ്പോഴാണ് വരയും സ്പോർട്സും ഒക്കെ ഒരേപോലെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സിദ്ധി വിനായകം അനീഷം. ഞാൻ അലക്സ് പോളിൻ്റെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാടിയിട്ടുണ്ട്. പിന്നെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ട്രാക്ക് പാടി, പിന്നെ ആ മൂവിക്കകത്തും കുറച്ചൊക്കെ പാടിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് നേഴ്സായിട്ട് പോയ ആളാണ്. അപ്പം ഞാൻ അവിടെ പോയി, എനിക്ക് ഡോക്ടറാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ചു, അപ്പം ഇപ്പം ഡോക്ടറാണ്. കുക്കിങ്ങിലും കൈവച്ചിട്ടുണ്ടോ? ഇനി അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നന്നായി കുക്ക് ചെയ്യും. അനിയനും ചേട്ടനും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ അനിയനും ചേട്ടനും ശരിക്കും അനിയനും ചേട്ടനും അല്ല കേട്ടോ, ഗുരുവും ശിഷ്യനുമാണ്. ഹായ് മാഷേ. ഹലോ നമസ്കാരം. റാപ്പൊക്കെ എന്തൊരു റാപ്പാണ് നിന്റെ? റാപ്പ് ഒന്ന് ആദ്യം ഒന്ന് കേൾപ്പിച്ചേ. Shadows on my past, yeah, I'm sitting in the shadows. Thoughts like a heavy weight. Life in a cycle, always rushing but feeling late. വെയിറ്റ് ഇത് നമുക്ക് രണ്ടാമതെടുക്കാം. ഇവൻ എന്താണിത് സ്വിച്ചിട്ടതുപോലെയാണല്ലോ റാപ്പർ. ഇവൻ ഭയങ്കര റാപ്പറാണല്ലേ? ഇത് എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞ എന്തൊക്കെയാണ്? ഡാർക്ക്നെസ്സിനെ പറ്റിയാണ്. ഡാർക്ക്നെസ്സിനെ പറ്റിയാണ്, നിഴലെന്നൊക്കെ പറയണതാണ്. നിഴലിനെ കുറിച്ചാണ് സംഭവം. അപ്പൊ നമ്മുടെ പാസ്റ്റ് ലൈഫിനെയൊക്കെ പറ്റി. പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ മോൻ എത്ര വയസ്സായി? 11 വയസ്സായി. അപ്പൊ ഒരു വലിയ പാസ്റ്റ് ഉണ്ടല്ലേ, 10 വർഷത്തിന് പാസ്റ്റ് ലൈഫ് ഉണ്ട്. ഇത് ശരിക്കും ഇൻസ്പയറിംഗ് ആണോ? ആരുടെയെങ്കിലും ഇൻസ്പിറേഷൻ ആണോ? ആരാണത്? ഒരു റാപ്പർ ഉണ്ട്, പുള്ളിയുടെ പേര് സെൻട്രൽ സി എന്നാണ്. പുള്ളിയാണ് എന്നെ റിയൽ ആയിട്ട് ഇൻസ്പയർ ചെയ്തത്. പുള്ളി ലൈഫിനെ പറ്റി. പുള്ളിയുടെ സ്പെല്ലിംഗ് പറഞ്ഞ സെൻട്രൽ CENTRAL എന്നിട്ട് സ്പേസ് CEE. ഓ CE. നമ്മൾ ഈ ഡബ്സി എന്നൊക്കെ പറയുമ്പോൾ ഒരു സി ആണല്ലേ അത്? ഇത് ഏത് നാട്ടുകാരനാ? ഇംഗ്ലണ്ട്. മോനിപ്പം ഓസ്ട്രേലിയ എന്നാണല്ലോ. റാപ്പ് പോരട്ടെ, ഹൈ എനർജി തന്നെ പോരട്ടെ. Shadows on my past, yeah, I'm sitting in the shadows. Thoughts like a heavy weight. Life in a cycle, always rushing but feeling late. Dreams got a price, but I can't find the change. I'm stuck in a maze where the walls rearrange. Broken mirror show reflections of my past. Searching for the light, but the glow never lasts. Heart full of battles, yeah, I've waged them all. Come so many manners just to watch them fall. All nights with the chill running deep. Lost in the rhythm where the silence creeps. Hopes like fading stars in the sky so vast. Singing the blues about the shadows we cast. ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? ഞാൻ യൂഷ്വലി സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴൊക്കെ ചെറുതായിട്ട് എഴുതും. അപ്പോൾ അങ്ങനെ കൂട്ടി വാക്കുകൾ എഴുതുമോ സെന്റൻസ് ആയിട്ട് എഴുതുമോ? സെന്റൻസ് ആയിട്ട് എഴുതും. എങ്ങനെയാ സെന്റൻസ് വരണേ മനസ്സിനകത്ത്? മനസ്സിലായിട്ട് ഞാൻ പഠിച്ച് എന്റെ മൈൻഡ് അവർ കയറി ഇരിപ്പുണ്ട്, ഒരു സൈഡിലുണ്ട്. അപ്പൊ ഈ റാപ്പേഴ്സിന്റെ കേട്ടിട്ടുള്ളത് അതേപോലെ അനുകരിക്കുകയല്ല ചെയ്യണേ, അല്ല, സ്വന്തമായിട്ട് ഉള്ളിലൊരു സെന്റൻസ് വരും, അത് ആ സമയത്ത് എഴുതി വെക്കും. അപ്പൊ അതിങ്ങനെ കൂട്ടി വെക്കുമ്പോ ഒരു ഫുൾ റാപ്പ്. ഓ അങ്ങനെയാണ് റാപ്പ്. അതിൽ എന്തൊക്കെയായിരിക്കും അതിൽ പ്രധാനമായിട്ട് പറയാൻ ശ്രമിക്കണേ? ഞാൻ പുറത്തേതായിട്ട് ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. ഡാർക്ക്നെസ് അങ്ങനെയൊക്കെ. ലൈഫ്, ഷാഡോ, ഡാർക്ക്നെസ്, പാസ്റ്റ്, ഇതൊക്കെ കുറെ ഉണ്ട് കേട്ടോ. ഇവൻ ചെറിയ ആളല്ല, വലിയ ആളാണ്. ഇത് വേറൊരു ഏരിയ ആണ്. അയാളെ പിടിച്ചാണ് ശരിക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെയാ പറ്റിയ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഏകദേശം ഒരു 4 വർഷത്തോളമായി. അപ്പോൾ ഓൺലൈൻ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഡാനിയുടെ അമ്മയുടെ അനിയൻ, പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ്. പുള്ളിക്ക് ഇതിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പൊ പുള്ളിയാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തത്. ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കുക ഓൺലൈനാണ്. പുള്ളി ചോദിച്ചോട്ടെ, അർജുൻ സുബ്രഹ്മണ്യമാണ് ഫുൾ നെയിം. അർജുൻ ശരിക്കും എത്ര വയസ്സായി? എനിക്ക് 28 ആവാൻ പോകുന്നു. അല്ല ഞാൻ കണ്ടോ വിചാരിച്ചു. അപ്പം
മാഷ് വരുമെന്ന് പറഞ്ഞില്ല. മാഷ് എവിടെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ മാഷ് നമ്മൾ കരുതുമ്പോ ഇത്രയും ചെറിയ മാഷ. അതെ, കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ അച്ഛൻ കഥകളി നടനാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചതാണ്. പേര് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. ഇവിടെ മാർഗി കഥകളി വിദ്യാലയത്തിലെ അധ്യാപകനാണ്. 30-35 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാണ് ട്രിവാൻഡ്രത്ത്. നാട് വന്നിട്ട് പാലക്കാട് ചെർപ്പുളശ്ശേരി വെള്ളിനേഴി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി ശിഷ്യനെ കിട്ടിയത് കൂടെ പറയും. ഒരു അമ്മയുടെ സഹോദരൻ വഴിയാണ് എനിക്ക് ഡാനിയെ പരിചയം. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു ഡാനി കുറച്ച് വരയ്ക്കും, പിന്നെ കുറച്ച് ഹിപ്പ് ഹോപ്പ് സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആളാണ്. ഹിപ്പ് ഹോപ്പ് വേറെ സ്റ്റൈലാണ്, നമ്മുടെ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ സ്റ്റൈലാണ്. രണ്ടാണല്ലോ. ഹിപ്പ് ഹോപ്പ്, റാപ്പ്, ക്ലാസിക്കൽ ഇതെല്ലാം കൂടെ മാച്ച് ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ തലയിലിരിക്കണം? ഇതൊക്കെ വേറെ വേറെ സ്റ്റൈലാണ്. ഇതൊക്കെ വേറെ ഉള്ളതൊക്കെ പറഞ്ഞു. എന്തൊക്കെ പഠിച്ചിട്ടുള്ളത്? ഞാൻ പഠിച്ചിട്ടുള്ളത് കുച്ചിപ്പുടി ഇച്ചിരിയൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഭരതനാട്യം, 3 ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ആണോ എനിക്ക് അയച്ചത്? 2 പെൺകുട്ടികളും കൂടെ നിൽക്കുന്നത്. പിന്നെ ഓസ്ട്രേലിയയിൽ ഫേമസ് ആയത്. എനിക്ക് വയ്യ. അല്ലാത്ത സാധനങ്ങള് ആർട്ട്, പെയിന്റിങ്, അങ്ങനത്തെ സാധനങ്ങൾ. കണ്ണ് കെട്ടിക്കൊണ്ടൊരു പെയിന്റിങ് ചെയ്യുന്ന വീഡിയോ ബാൽമെയിൻ സിഡ്നിയിൽ വെച്ച് ഞാൻ വരച്ചതാണ്. സ്കൂളിലൊരു ടാലന്റ് ഷോ വന്നു, അപ്പൊ ഞാൻ പങ്കെടുത്തു. സംഭവം ഈ കണ്ണ് കെട്ടി വരയ്ക്കണേ അത് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ചുമ്മാ ഗസ് ചെയ്ത് വരച്ചതാ, സത്യം പറയാം. പിന്നെ എനിക്കൊരു ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വരച്ച പടം എനിക്ക് നല്ല അല്ല, പക്ഷെ കയ്യില് പെയിന്റ് ആവും. 2 കൂട്ടുകാരെ സൈഡിൽ ഇപ്പൊ ഉണ്ടായിരുന്നു, പെയിന്റ് ബ്രഷ് ഒക്കെ എടുത്ത് തരാം. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. എന്തോ ഒരു ട്രിക്ക് ഉണ്ട്, എനിക്കത് മനസ്സിലായിട്ടില്ല. ട്രിക്ക് ഹാർഡ് വർക്ക്. ഞാൻ നിറയെ ചെയ്തത്. എടാ നീ തഗ്ഗാണല്ലോ പറഞ്ഞത് ഞാൻ ട്രിക്ക് ചോദിച്ചപ്പോഴും. പിന്നെന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? പിന്നെ ഞാൻ സ്പോർട്സില് ബാസ്കറ്റ് ബോള്. നീ ഇല്ലാത്ത ഏതെങ്കിലും ഒന്ന് പറയൂ. പിന്നെ ഞാൻ ഡാൻസ് പാട്ടില് ബാലെ ചെയ്യും. ഓ, ബാലെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫുട്ബോളൊക്കെ എൻ്റെ അനിയൻ്റെ കൂടെ ഒക്കെ വഴപ്പും കളിക്കും. ഏതാണ്ട് കാണുന്നതിലൊക്കെ കൈവയ്ക്കും. അങ്ങനെയാണ് പരിപാടി. പക്ഷെ ആള് ഇച്ചിരി ഷൈ ഒക്കെ ആണല്ലോ, അതെങ്ങനെയുണ്ടല്ലേ? ഇങ്ങനെയല്ല, കുറച്ച് ആക്റ്റീവ് ആണ്. ഇത് നമ്മൾ ഈ ക്യാമറ ലൈറ്റ് കണ്ടപ്പോൾ പ്രശ്നം. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യട്ടെ? വേണ്ട. അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ഇവര് പെർത്തിലായിരുന്നു, ഈ വെസ്റ്റേൺ പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇവരുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൈം ഷെഡ്യൂള് കുറച്ച് ടൈം സോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മളെ ഇന്ത്യയിൽ മാത്രമാണല്ലോ ടൈം സോൺ മാറാത്തത്, ബാക്കി രാജ്യങ്ങളിൽ മാറുന്ന പോലെ അവിടെ മാറിയപ്പോൾ ബുദ്ധിമുട്ടായി. നമ്മൾ ഇവിടെ ഉറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവിടെ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറച്ച് ലാഗ് വന്നു ക്ലാസ്. അങ്ങനെ പോയി വന്നപ്പോഴാണ് ഡാനി നാട്ടിൽ വെക്കേഷനായിട്ട് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ കഴക്കൂട്ടത്ത്, ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത്. ഒരു 1200ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 25 ഇയേഴ്സ് ആവാറായി. അർജുന എന്നാണ് പേര്. അപ്പോൾ എൻ്റെ അച്ഛൻ തുടങ്ങിയതാണ്, ഇപ്പോൾ ഞാനാണ് നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അരങ്ങേറ്റം ഗുരുവായൂർ വെച്ചിട്ട് ഈ ഫെബ്രുവരി 4th നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാനി ഡിസംബറിലെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഡാനിയുടെ അടുത്ത്, പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഇവിടെ വന്നതല്ലേ, അവനെനിക്കൊരു 1 month 2 month കൈ കിട്ടിയാൽ ഞാൻ അരങ്ങേറ്റം ചെയ്യിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കാം. അങ്ങനെ എല്ലാ ദിവസവും ഡാനി ഇവിടുന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് ഡാനിയുടെ ഗ്രാൻഡ്പായുടെ കൂടെ വരും. വന്ന് ഫുൾ അവിടെ ഒരു 3-4 hours നിന്ന് പഠിച്ച് എല്ലാ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി ആയിട്ട് കളിച്ചു. ഗുരുവായൂരപ്പൻ നടയിൽ കളിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതെ. കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയോ? കൃഷ്ണ എന്ന് വിളിച്ചാൽ എന്താന്നൊക്കെ അറിയോ? എന്താന്ന്? ഈ ഒരു ഗോഡാണെന്ന് അറിയാം. അതല്ലാതെ കൃഷ്ണൻ എന്ന് വിളിച്ച്, ഞാൻ എന്തുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് വിളിച്ചാൽ അറിയാവോ? ഇല്ല. എന്താ അപ്പൊ ഇത് അച്ഛനും അമ്മയാണ് കറക്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെ കൃഷ്ണനെ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല, പരിചയപ്പെടാറാവുന്നേ ഉള്ളൂ. 11 വയസ്സല്ലേ ആവുള്ളൂ. ഇനി പഠിക്കും ശരിക്കും. ദശരഥാത്മജ വീര ദശകണ്ഠ സംഹാര പശുപതീശ്വര മിത്ര പാവന ചരിത്ര കുസുമബാണ സ്വരൂപ കുശലഹി ഇതളാപ അസമസാര ശരീര അംബുജ ദളാക്ഷ. ശരിക്കും അച്ഛനും അമ്മയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ കഥ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. വിളിക്കട്ടെ ഡാൻ? നിങ്ങളിപ്പോ ഇവന്റെ റാപ്പും ഡാൻസും കാരണം ഓസ്ട്രേലിയയിൽ ഫേമസ് ആണെന്നാണ് കേൾക്കണം. ആണോടാ?
ഡാനി ആസ് എ ഡാൻസർ ആർട്ടിസ്റ്റ് എല്ലാവർക്കും അറിയാം. റാപ്പ് അറിയില്ല, അത് ജസ്റ്റ് പുള്ളി ഓ അത് വന്നതേ ഉള്ളൂ, തുടങ്ങി. അല്ല, അത് പുള്ളി ഒളിച്ചു വെച്ചേക്ക് കുറേശ്ശെ പുറത്തെടുത്ത് തുടങ്ങിയിട്ട് ഞങ്ങൾ തന്നെ അറിയുന്ന ഞങ്ങൾ തന്നെ അടുത്തിടയ്ക്ക് അറിഞ്ഞു. ഈ കലോത്സവത്തിന് അവിടെ എന്ത് സമ്മാനമാണ് കിട്ടിയത്? മാവ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു കലോത്സവം വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മടുത്ത് കോവിഡൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണല്ലോ. പരിപാടി വെച്ച സമയത്ത് കുട്ടികളെല്ലാം ഇങ്ങനെ പങ്കെടുത്തു ഓരോ രീതിയിൽ. ആദ്യം ഓൺലൈനിലായിരുന്നു. ഓൺലൈനിൽ ആൾ ഇങ്ങനെ പെയിൻറ്റിങ് അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തു. പിറ്റേ വർഷം ഇതുപോലെ മാവ വീണ്ടും കൊണ്ടുവന്നു പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ ഇവൻ ഇച്ചിരിച്ച വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തപ്പോഴത്തേനും ആൾ ചെറുതായിട്ട് ചുവട് വയ്ക്കുന്നുണ്ടായിരുന്നു ഡാൻസ്. ഞങ്ങളൊരു പാട്ടുപാടി ഡാൻസ്, 2 മോഹിനിയാട്ടം ഡാൻസേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ പാടുന്നുണ്ടായിരുന്നു, അപ്പോൾ അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ആളിത് കണ്ടിട്ട് ചുവട് വെക്കണുണ്ടായിരുന്നു. ഈ അമ്മ ഹണി സിംഗറാണ് കേട്ടോ, അത് മനസ്സിലാക്കിയാലേ നമുക്ക് ശരിക്കും ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാവുള്ളൂ. ഇച്ചിരി കളിച്ച് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവരിവനെ കൂടെ പഠിപ്പിച്ചു. ഇപ്പോൾ ഇവൻ കളിക്കുന്നുണ്ടായിരുന്നു. അന്ന് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക് കളിക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കൂടെ കളിക്കുവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ അതൊരു 2000 പേരോളം വരുന്നൊരു സ്റ്റേജ് ആയിരുന്നു പെർത്ത് കൺവെൻഷൻ സെൻറ്ററിൽ. അതിൽ പുള്ളി കളിച്ചു. അത് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഡാൻസ് പഠിപ്പിക്കണം, ഹീസ് വെരി ടാലൻറ്റഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടുത്തെ ഒരു ഡാൻസർ വീണ എന്ന് പറഞ്ഞ ചേച്ചി ആദ്യം തന്നെ, അതെ, വീണ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കുട്ടിയെ ഭരതനാട്യം പഠിപ്പിക്കണം, അവനതിനുള്ള ടാലന്റ് ഉണ്ട്. ഇത് മോഹിനിയാട്ടമല്ലേ കളിച്ചത്? കളിച്ച ഒരു മോഹിനിയാട്ടം സ്റ്റൈലാണ്. ഒരു ചെറിയൊരു ബിറ്റ് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ പറഞ്ഞു ഭരതനാട്യം പഠിപ്പിക്കണം, കഴിവുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോരുത്തരിങ്ങനെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ നോക്കി തുടങ്ങി. അന്നേരമാണ് അർജുൻ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ മാഷിനെ പരിചയപ്പെട്ടു. ഓൺലൈനിൽ പഠിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 2 മാസം ഓൺലൈനിൽ പഠിച്ചു. അതിനുശേഷം കലോത്സവത്തിൽ പങ്കെടുത്തു. ഒരു ഭരതനാട്യം ഐറ്റം കളിച്ചു. അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെയാണ് ഈ പ്രതിഭ ഉണ്ടായത് കോവിഡിന്റെ സമയത്ത്. ശരിക്കും റാപ്പ് പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ടതുപോലെ പാടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഒന്നേ ഉള്ളൂ കയ്യില്. വേറെ ഒരെണ്ണം 2 ദിവസം മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതി തീർന്നു. പക്ഷെ അതിന്റെ വർക്കിലാണ്. എഴുതി തീർന്നു, പിന്നെന്താ പുറത്തു വരാത്തെ? ചെറിയ വർക്ക് ഉണ്ട്, ചെറിയ ഡെക്കറേഷൻസ് ഉണ്ട്, ചില വാക്കുകളൊക്കെ മാറ്റണം. കറക്റ്റാണ്. അത് എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി വന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു വേർഡ് കുറച്ച് പ്രശ്നമുള്ളതാണ്. അത് അഡൽട്ട് വേർഡാണ്. അപ്പൊ അത് മാറ്റിയിട്ട് എനിക്കൊരു നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ ലെവലാണ്. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറ്റും അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റാഷണൽ അല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയല്ല. പക്ഷെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കും. പക്ഷെ ഉപദ്രവിക്കുന്ന വീട്ടിലുള്ളവരെ ഉപദ്രവിക്കും. അത് കുഴപ്പമില്ല കേട്ടോ. ഇവർക്ക് 2 ഇടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ? തിരിച്ചു കിട്ടാതെ നോക്കിക്കോളാം കേട്ടോ. അമ്മ നന്നായിട്ട് പിച്ചോ? അച്ഛനാണോ? ആഹാ, അമ്മ പാവമാണല്ലേ? അമ്മയുടെ മ്യൂസിക് ഇഷ്ടമാണ്. എന്നിട്ട് ക്ലാസിക്കലൊക്കെ പാടുവോ? ഇല്ല, വല്ലപ്പോഴൊക്കെ ഇരുന്ന് പാടും. പക്ഷെ അല്ലാതെ അമ്മ പഠിപ്പിക്കാൻ ശ്രമിക്കില്ല? ശ്രമിക്കാല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. സിംഗിങ് യെസ്, പക്ഷെ ക്ലാസിക്കല് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഇല്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൾ കൂടുതൽ കളിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഡാൻസിലോട്ട് പാടാൻ കഴിവുണ്ട്. പക്ഷെ പുള്ളി അവിടെ ഇരുന്ന് അത് ചെയ്യിപ്പിക്കാനുള്ളൊരു ക്ഷമ. അമ്മയുടെ ഒരു ക്ലാസിക്കൽ കേൾക്കാം, എന്നിട്ട് നമുക്ക് ഞാനൊരു കീർത്തനം. സിദ്ധി വിനായകം അനിശം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യഹം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യഹം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യഹം പ്രസീദ ഗണനായകം വിശിഷ്ടാദ്രദായകം വരം സിദ്ധി വിനായകം അനിശം അനിശം
തൊണ്ടയ്ക്ക് എന്തോ സ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. തൊണ്ടയ്ക്ക് ഒരു 1.5 വർഷമായിട്ട് എനിക്ക് കോവിഡ് വന്നതിന് ശേഷം, ഇൻഫെക്ഷൻ വന്നതിന് ശേഷം തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമാണ്. ഹൈ നോട്ട്സ് ഒക്കെ പാടുമ്പോൾ സ്ട്രഗിൾ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഫിലിം മ്യൂസിക് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഫിലിം ഞാൻ അലക്സ് പോളിന്റെ കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാടിയിട്ടുണ്ട്. ലാൽ ക്രിയേഷൻസിൽ കുറെ പാടിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ പാട്ടുകളാ ഓർമ്മയുണ്ടോ? പാട്ടുകൾ ഇപ്പൊ അങ്ങനെ ഓർക്കാൻ ഒരു 10-18 വർഷം മുമ്പ് കുറെ ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഓർക്കണില്ല. പിന്നെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ട്രാക്ക് പാടി. പിന്നെ ആ മൂവിക്കകത്തും കുറച്ചൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് നാട്ടില് സെറ്റിൽ ആവാൻ സാറ് പറഞ്ഞു. 1-2 വർക്കുകളൊക്കെ വന്നു. ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ പുറത്തോട്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ ചാൻസ് മിസ്സായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനോട്ട് പറ്റിയിട്ടില്ല. പിന്നെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഒരുവിധം എല്ലാവരുടെ കൂടെ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട്. അവിടെ എന്താ ജോലി? ഓസ്ട്രേലിയ ഞാൻ നാട്ടിൽ നിന്ന് നേഴ്സായിട്ട് പോയ ആളാണ്. അപ്പം ഞാൻ അവിടെ പോയി. എനിക്ക് ഡോക്ടറാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ചു. അപ്പം ഇപ്പം ഡോക്ടറാണ്. അപ്പോൾ വേറെ ലെവൽ ആളാണ് കൂടെ ഉള്ളത്. അച്ഛനോ? അല്ല, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അടിപൊളി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രോത്സാഹകനാണ് ശരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാത്തുള്ളൂ. പക്ഷെ പുള്ളിക്കാരുടെ കഴിവാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമുക്ക് കലാപരമായിട്ടുള്ള കഴിവുകളൊന്നുമില്ല. അല്ല, പക്ഷെ പുള്ളി ഓർഗനൈസറാണ്. ഓസ്ട്രേലിയയിലോട്ട് ഒരുപാട് കലാകാരന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. ഞാനൊരു കലാകാരനാണ്. തീർച്ചയായിട്ടും നമുക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അല്ലേ? ഒരാൾ മാത്രമേ ഉള്ളോ? അല്ല, രണ്ടുപേരും കൂടെ ഉണ്ട്. എവിടെ? അവരെ വിളിക്കാം. ഇവര് ശരിക്കും രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അതെ, വന്നിട്ടുണ്ട്. 8 മാസത്തിൽ വന്നിട്ടുണ്ട്. ഹായ് പറയൂലേ? ഹായ്. ശരിക്കും 23-ലെ കലാപ്രതിഭയായിരുന്നു. ആ ഒരു അഹങ്കാരമൊന്നും ഇല്ലല്ലോ മുഖത്ത്. എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കണേ? അവനറിയില്ല കലാപ്രതിഭ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അറിയില്ല. പുള്ളി ഇങ്ങനെ പോകുന്നു. അവാർഡാണ് ഞാൻ പോയി റിസീവ് ചെയ്തത്. എന്തോ ഒരു അവാർഡ് കിട്ടി, അത് മാത്രം. എന്തോ ഒരു അവാർഡ് അല്ലേ? ഇവിടെ ഭയങ്കര വിലയാണ് ഇതിനൊക്കെ. പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് അത് അത്രയ്ക്കങ്ങ് ഇങ്ങനെയുള്ള ഒരു മത്സരത്തിന് പോകണമെന്ന് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങൾ പറയട്ടെ, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ആള് പറയും എന്തിനാ മത്സരിക്കണം, എന്തിനാ നമ്മൾ പെർഫോം ചെയ്യുന്നതല്ല, എന്തിനാ നമ്മൾ എല്ലാവരോടും മത്സരിക്കണം. അപ്പൊ അങ്ങനെ ഒരറിയില്ല. അപ്പൊ ശരിക്കും ഇവനെടുത്ത സ്റ്റാൻഡ് കറക്റ്റാണ് കേട്ടോ. 2 കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ റാപ്പിന്റെ കാര്യത്തിൽ വാക്ക് മാറ്റണം, അഡൽട്ട് വാക്ക് വേണ്ട, ഇപ്പോൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചതും, അതേപോലെ മത്സര ബുദ്ധി അത്രയൊന്നും വേണ്ടല്ലേ. പക്ഷെ എല്ലാത്തിലും കൈവയ്ക്കുന്നുണ്ട്. ഈ കുക്കിങ്ങിലും കൈവച്ചിട്ടുണ്ടാ? ഇനി അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നന്നായി കുക്ക് ചെയ്യും. KFC ഒക്കെ ഉണ്ടാക്കും, തനിച്ചുണ്ടാക്കും. ബർഗറൊക്കെ ഫുള്ള് ഇങ്ങനെ. അത് ഞങ്ങൾ അതും ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ പോയി ചെയ്യും. അപ്പൊ കുറച്ച് ദിവസം എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേ വിശ്വസിക്കുള്ളൂ. ബീഫ് വെച്ച് സ്റ്റേക്ക് ഉണ്ടാക്കും, അങ്ങനെ കുറെ ഉണ്ടാക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും നല്ല അഭിപ്രായം പറയുമോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? തമ്മിൽ തല്ലാണ്, പക്ഷെ ഫുഡ് ഉണ്ടാക്കുമ്പോ അവൾക്കാണ് അത് ഏറ്റവും ഇഷ്ടം. കൊടുക്കും, ഷെയർ ചെയ്യും. ഓസ്ട്രേലിയയിലെ ബാൻഡിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശക്തമായിട്ടുണ്ടോ അവിടെ? ഉണ്ട്. നമ്മളൊരിപ്പോൾ 8-9 വർഷമായിട്ട് നമ്മൾ മ്യൂസിക് സ്കൂളും ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്വരോദയ എന്നാണ് മ്യൂസിക് സ്കൂളിൻ്റെ പേര്. പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങൾ ഒരു ബാൻഡായിട്ട് അതിനെ മാറ്റി. മ്യൂസിക് സ്കൂളും ഉണ്ട്, ബാൻഡും ഉണ്ട്. മാജിക്കൽ മൂമെൻറ്റ്സ് എന്നാണ് ബാൻഡിൻ്റെ പേര്. എൻ്റെ കൂടെ ഞങ്ങൾ 2-3 പേര് കൂടിയാണ് ചെയ്യുന്നത്. ഒന്ന് അജി, ജെയ്ബിൻ, ജേക്കബ്. എല്ലാ വർഷവും ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ 2 പേരെ കൊണ്ടുപോകും. ഇത്തവണ ഇത് 4 പേര് വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കലാകാരന്മാർക്ക് ഒരു ആശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ കലാകാരന്മാർക്ക് എന്ന് പറയാല്ലേ? അതെ. പെർത്തിലെ ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തി, എല്ലാം ലൈവ് മ്യൂസിക് ബാൻഡാണ്, ഓർക്കസ്ട്ര എല്ലാം വെച്ചിട്ട്. ഇപ്പോൾ പാട്ടുകാരെയും നമ്മൾ ഓരോ ഷോപ്പിംഗ് സെന്ററുകളും അവിടെ ഇവിടെ കണ്ടുമുട്ടിയ ആളുകളാണ്. അങ്ങനെ ഒരു 10-25 പേരോളം. തീർച്ചയായിട്ടും. കാരണം ഈ ജോലി കഴിഞ്ഞിട്ട്, ഇതൊരു പ്രൊഫഷൻ അല്ല അവരുടെ ആരുടെയും, പക്ഷെ ജോലി കഴിഞ്ഞിട്ട് ആ സമയം കണ്ടെത്തി കറക്റ്റ് പെർഫെക്റ്റ് ആക്കി എങ്ങനെയാണോ സിനിമയിൽ അത് ചെയ്തിരിക്കുന്നത് അതിൽ മാക്സിമം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പുള്ളി ഹിപ്പ് ഹോപ്പ് പഠിക്കുന്നത് അളിയൻസ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള, അതും ഓൺലൈൻ തന്നെ ആയിരുന്നു. അളിയൻസ് D4 ഡാൻസ് വിന്നേഴ്സ്. അളിയൻസ് എന്ന് പറഞ്ഞ പ്രതീഷാണ് അതിന്റെ മെയിൻ ആള്. അപ്പം അവരുടെ അടുത്ത് ആണ് ഹിപ്പ് ഹോപ്പ് പഠിക്കുന്നത്. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയോ? ഇല്ല, ഓൺലൈൻ ആദ്യമായിട്ട്. കോവിഡ്, അതും ഈ സെയിം കോവിഡ് ടൈമിൽ ഞങ്ങൾ ഓൺലൈനിൽ കണ്ടെത്തിയതാണ് അലിയൻസിനെ. അപ്പോൾ അവരുടെ അടുത്ത് ഹിപ്പ് ഹോപ്പ് ഒരുപാട് സ്റ്റേജ് കളിച്ചു. ആദർശ് എന്ന് പറഞ്ഞ ആളാണ് പുള്ളിനെ പഠിപ്പിക്കുന്നത്. അവരുടെ കൂടെയും ഡാൻസ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കലാണോ ശരിക്കും ഈ ഹിപ്പ് ഹോപ്പ് ഒക്കെ ആണോ കൂടുതൽ ഇഷ്ടം? ഏതാ? എനിക്ക് രണ്ടും ഇഷ്ടം. രണ്ടും ഇഷ്ടമാണ്.
അത് അമ്മ പറഞ്ഞു തന്നെയല്ലേ ഇങ്ങനെ? അല്ല, എനിക്ക് സത്യമായിട്ട് ഇഷ്ടം. സത്യമായിട്ട് ഇഷ്ടമാണ്. സംസാരിക്കുന്നതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് ഇപ്പോഴേ ഉണ്ട് എന്നുള്ളതാണ്. പാട്ട് എന്തായാലും വീട്ടിലുള്ള സ്ഥിതിക്ക് എല്ലാവർക്കും പാട്ടറിയായിരിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടിയാലോ? പാടാം. 1 2 3. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇന്നു നീലത്തുരത്തില് നേർപ്പരിപ്പിൽ നിഴലിടാം, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന നെഞ്ചത്ത് വെട്ടില ചെല്ലവുമായി തലവലിഞ്ഞുകേറി ദൂരത്തിൽ എന്നോ പതുങ്ങിയല്ലോ, താഴക്കുളത്തുള്ളരാ ചെലക്കും വെട്ടില ചെല്ലത്തിനോ, ഭൂമിയെ പാടി മൂടും അത്രയും വെട്ടിലയിട്ടു വയ്ക്കാം കുഞ്ഞിലം വാവേ, കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. രണ്ടുപേരും ശരിക്കും പാടിയില്ല. എൽദോയും പാടിയില്ല, ഞാനും പാടിയില്ല, ബാക്കി എല്ലാവരും പാടി. നമുക്ക് പാട്ടറിയില്ല. അതെ അതെ, കേൾക്കാനുള്ള ഇഷ്ടവും. കണി എൽദോ പാടില്ല, വീട്ടിലും പാടില്ല. പാടില്ല, പക്ഷെ പാടിക്കും, നന്നായിട്ട് പാടിക്കും. എല്ലാരെയും കൊണ്ട് തെറ്റ് തിരുത്തി തരും. എല്ലാരും പാടുമ്പോൾ ഡാൻസ് ആണെങ്കിലും കളിക്കുമ്പോൾ തെറ്റി എന്നൊക്കെ അത് എങ്ങനെയാണെന്നറിയില്ല, അറിയാം. അപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുക. ഇടയ്ക്കൊക്കെ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയട്ടെ. വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയാൻ കഴിയുന്ന രീതിയിൽ വളരെ കേട്ടോ. എല്ലാ ഏരിയയിലും കൈവച്ചോ. ഏതെങ്കിലും ഒരു ഏരിയയും കൂടെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പെഷ്യലൈസേഷനും കൂടെ നടത്തിക്കോ. അപ്പോൾ സംസാരിക്കാൻ നിങ്ങൾ വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.